ഇത് നാം കണക്കിലെടുക്കണം. ഇത് നാം വാശി കൂട്ടേണ്ട ഒരു വിഷയമല്ല. നമുക്ക് ആർക്കും ആരോടും വാശിയില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സ് നൽകുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു നന്നാക്കി തീർത്ത്. ഈ പ്രസംഗിക്കുന്ന ഞാനൊരു നബിയല്ല. എന്നിൽ അബദ്ധം വന്നിട്ടുണ്ടാകാം, അള്ളാഹു എനിക്ക് തീർത്തു തരട്ടെ. നിങ്ങളിൽ അബദ്ധം വന്നിട്ടുണ്ടാകാം, അള്ളാഹു നിങ്ങൾക്കും തീർത്തു തരട്ടെ. നമ്മൾ ആരും അമ്പിയാക്കളാണെന്ന വാദമൊന്നും നമുക്കില്ല, മലക്കുകളാണെന്ന വാദമില്ല. പക്ഷെ നമ്മളെല്ലാവരും യാത്ര പോകുന്നവരാണ്, അതിൽ നമുക്ക് സംശയമില്ല. ആ യാത്രക്ക് വേണ്ടി ഇനിയുള്ള ബാക്കിയുള്ള കാലം ഒരുങ്ങി ജീവിക്കുന്നവനല്ലേ ഭാഗ്യമുള്ളവൻ. ആ യാത്രക്ക് വേണ്ടി ചിന്തിക്കുന്നവനല്ലേ ഭാഗ്യമുള്ളവൻ. നമ്മൾ കുറെ തർക്കം കൂടാൻ വേണ്ടി പടക്കപ്പെട്ട ജനങ്ങളാണോ? പരസ്പരം കുറെ കുറ്റം പറയാൻ വേണ്ടി പടക്കപ്പെട്ടവരാണോ? കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാൻ വേണ്ടി പടക്കപ്പെട്ടവരാണോ? അല്ല അല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ട അടിമകളാണ് നാം. ആ ബോധത്തോടെ ജീവിച്ച് മരിക്കണം സഹോദരന്മാരെ. ആ ബോധത്തോടെ പ്രവർത്തിക്കണം സഹോദരന്മാരെ. ആ ബോധത്തോടെ നാം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണം സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഔനവർത്തും മിന്നത്, നിങ്ങൾ എന്ത് നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും നിശ്ചയം അല്ലാഹു അതറിയും കേട്ടോ. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാഹു അതറിയും കേട്ടോ. നിങ്ങൾ നല്ലതിനാണോ ചെലവഴിച്ചത്? നല്ല നിലക്കാണോ ചെലവഴിച്ചത്? നിങ്ങൾ നല്ലതാണോ നേർച്ചയാക്കിയത്? ആ നേർച്ച നിങ്ങൾ വീട്ടിയിട്ടുമുണ്ടോ? അല്ല പ്രതിഫലം തരും കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾ ചെലവഴിച്ചത് കള്ളു കുടിക്കാനാണോ? വ്യഭിചരിക്കാനാണോ? അനാവശ്യത്തിനാണോ? ആവശ്യമില്ലാത്തതിനാണോ നിങ്ങൾ ചെലവഴിച്ചത്? അതാ തെറ്റായ കാര്യങ്ങൾക്കാണോ? വാശിക്ക് വേണ്ടിയാണോ? വൈരാഗ്യത്തിന് വേണ്ടിയാണോ? വിദ്വേഷം തീർക്കാൻ വേണ്ടിയാണോ? അസൂയയും പകയും വെച്ചുകൊണ്ടാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്? അന്നറിയും കേട്ടോ. നിങ്ങൾ നേർച്ച ചെയ്തത് തെറ്റായ കാര്യം ചെയ്യാനാണോ? കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ചില പെണ്ണുകൾ നേർച്ചയാക്കുമ്പോഴും വേണ്ടി കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോയിട്ട് ഊര കൊണ്ട് ഉണ്ടാൻ ആണുങ്ങളുമായിട്ട് ഉണ്ടുണ്ടാക്കാൻ നേർച്ചയാക്കുമ്പോഴും കേട്ടതാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ നേർച്ചയാണോ? നിങ്ങൾ നല്ലതാണോ നേർച്ചയാക്കുന്നത്? നിങ്ങൾ നേർച്ചയാക്കുന്ന ഖബറിൽ കിടക്കുന്ന വലിയന്റെ പേരിൽ, ഖബറിൽ കിടക്കുന്ന സയ്യിദിന്റെ പേരിൽ, ഖബറിൽ കിടക്കുന്ന മഹാന്റെ പേരിൽ ഒരു കരി ഭക്ഷണം കൊടുത്ത് വിതരണം ചെയ്യാനാണോ? നേർച്ച കൂലി കിട്ടും, സംശയമില്ല. അല്ല, അന്നദാനത്തിനാണോ നേർച്ച കൂലി കിട്ടും? അതെ, ആ മഹാന്റെ പേരിൽ നിങ്ങൾ നേർച്ചയാക്കുന്നത് മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിനാണോ? നിങ്ങൾ യതീം കുട്ടികൾക്ക് വേണ്ടിയാണോ? അഗതികൾക്കാണോ? ആ മഹാന്റെ പേരിൽ നേർച്ചയാക്കുന്നത് മോമിനീകൾ മോമിനാത്തുകൾക്ക് ഭക്ഷണം കൊടുക്കാനാണോ? വസ്ത്രം കൊടുക്കാനാണോ? എല്ലാം കൂലി കിട്ടുന്നത് തന്നെ. മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ അതിന്റെ ഫലം കിട്ടുമെന്നതിൽ മരിച്ചവർക്ക് ഫലം കിട്ടും, കൊടുത്തവർക്കും ഫലം കിട്ടും. പണ്ഡിതന്മാർക്ക് തർക്കമില്ല. മരിച്ചവരുടെ പേരിൽ ഒന്നും ചെയ്താൽ ഒരു കാര്യവുമില്ലെന്ന് വാദിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. പഠിച്ചവനെ, അവരെ സെറിൽ നിന്ന് സമുദായത്തെ കാക്കണേ റഹ്മാനേ. മരണപ്പെട്ടവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ലെന്ന് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ രേഖപ്പെടുത്തുന്നു. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഫത്ഹുൽ മുഈൻ മഹ്ദൂദ് രേഖപ്പെടുത്തുന്നു, ഇമാം നബവി രേഖപ്പെടുത്തുന്നു. എന്തിനധികം പറയണം? അപ്പറയുന്ന കക്ഷികളില്ലേ, മരിച്ചവരുടെ പേരിൽ ചെയ്താൽ ഫലം കിട്ടൂരാന്ന് പറയുന്നവരില്ലേ, അവരേറ്റം ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ വരെ മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ, മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയാൽ, മരിച്ചവരുടെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, മരിച്ചവരുടെ പേരിൽ സൽക്കർമ്മം ചെയ്താൽ
അതുകൊണ്ട് ഉപകാരം മരിച്ചവർക്ക് കിട്ടുമെന്നതിൽ രണ്ടഭിപ്രായമില്ലെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു. പറഞ്ഞ വാചകം കേട്ടിട്ടില്ലേ നിങ്ങൾ? അമ്മത്തെ സദ്ദുക്കുവരിൽ മയ്യിത്തി ലിമൻ യഖറഉൽ ഖുർആന ബഗൈഹിം യൻഫഉ ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. ഇബ്നു തൈമിയ്യയുടെ വാചകമാണ്. മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും ഖുർആൻ ഓതാത്തവർക്കും ധർമ്മം ചെയ്യുന്നുണ്ടല്ലോ, അത് മയ്യിത്തിന് ഉപകരിക്കുമെന്നതിൽ മുസ്ലിം ലോകത്ത് രണ്ടഭിപ്രായമില്ല. മുസ്ലിം പണ്ഡിതന്മാർ അതിൽ യോജിപ്പിലാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അതുപോലെ ഇദാ ഖറഅൽ ഖുർആന വഅഹ്തഫിദൽ, പടച്ചവന്റെ കൂലി കിട്ടണമെന്ന് ഉദ്ദേശിച്ച ഒരാൾ ഖുർആൻ ഓതി വഹദാ സവാബഹു ഇലൈഹി, മരിച്ച മയ്യിത്തിലേക്ക് അതിന്റെ ഫലം കിട്ടാൻ വേണ്ടി ഹദിയ ചെയ്താൽ യൻഫഉഹു ദാലിക, അതേ അപ്പോലെ അതാ മയ്യിത്തിന് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നതാണ് കേട്ടോ. ഇന്നത് പറ്റില്ല എന്ന് പറയുന്ന കക്ഷികൾ ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫത്വായിൽ തന്നെ ഇക്കാര്യം രേഖപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളണം, മരിച്ചവരുടെ പേരുള്ള സദഖ ഫലം കിട്ടുന്നത് തന്നെ, അവരുടെ പേരുള്ള ഖുർആനോത്ത് ഫലം കിട്ടുന്നത് തന്നെ, അവരുടെ പേരുള്ള ദുആ ഫലം കിട്ടുന്നത് തന്നെ, അവരുടെ പേരുള്ള ദിക്റും സലാത്തും ഫലം കിട്ടുന്നത് തന്നെ, അവരെ മഖ്ബറയിൽ വഅദ് പറയുന്നത്, മഖ്ബറയുടെ സമീപത്ത് വഅദ് പറയുന്നത് പുണ്യകർമ്മം തന്നെ. സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ നിങ്ങൾ, ഖുർആൻ കഴിഞ്ഞ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രമാണമല്ലേ സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ നിങ്ങൾക്കൊരു അധ്യായം കാണാം. അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ? ബാബു മൗഇദത്തിൽ മുഹദ്ദിസ് ഇൻദൽ ഖബറി വഖൂദി അസ്ഹാബിഹി ഹൗലഹു. ഒരു പണ്ഡിതൻ ഖബറിന്റെ അടുക്കൽ വെച്ച് വഅദ് പറയുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. അനുയായികൾ ചുറ്റുഭാഗത്തുമിരുന്ന് പണ്ഡിതന്റെ വഅദ് കേൾക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇങ്ങനൊരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ മഖ്ബറയിൽ വഅദ് പറയുന്ന അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞ ഹദീസും ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് മഖ്ബറയുടെ സമീപത്ത് വഅദ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ. ഇത്തരം കാര്യങ്ങളെല്ലാം മഖ്ബറയുടെ സമീപത്ത് വേണ്ടതാണ്. ഇതുപോലെ മഖ്ബറ സിയാറത്ത് ചെയ്യേണ്ടതാണ്. ആ സിയാറത്ത് വേളയിൽ ഖുർആൻ ഓതേണ്ടതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞില്ലേ, ഖബറിൽ ഖുർആൻ ഓതൽ സുന്നത്താണ് മക്കളെ, തർക്കമില്ല. ഖബറിനടുക്കൽ ഖുർആൻ ഓത്ത് വേണം, വികൃതങ്ങൾ വേണം. മരിച്ചവരുടെ പേരിലൊക്കെ ചെയ്തിട്ട് ഫലം ഉണ്ടാവുമോ എന്ന് ചിലർക്ക് സംശയമാണ്. കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്, കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു കൂടുതൽ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അവരെയും ചീത്ത പറയണ്ട, അവരെയും തെറി പറയണ്ട. അവർ നന്നാവില്ലേ വേണ്ടത്? നമ്മൾ ആരെയും ചീത്ത പറയുന്നുള്ളൂ. പണ്ഡിതന്മാർ ഉത്തരവാദിത്വം ചീത്ത പറയുന്നില്ലല്ലോ. പണ്ഡിതന്മാർ ഡോക്ടർമാരുടെ സ്ഥാനത്താണ്. ഡോക്ടർമാരെന്താ വേണ്ടത്? ഇത് കാണാം. ഞാൻ നാദാപുരത്ത് പ്രസംഗിച്ച ഒരു 8 CD എന്ന് പറഞ്ഞു. ആ 8 CD-യിൽ ഞാനൊരാൾക്ക് മറുപടി പറഞ്ഞതാണ്. ഒരു മൗലവിക്ക് നാദാപുരത്ത് വന്നിട്ട് ഭയങ്കര വെല്ലുവിളിച്ചിട്ട് പ്രസംഗിച്ചു. എന്നെ തന്നെയാണ് വെല്ലുവിളിച്ചത്. അത് കാര്യമായിട്ട് ചെയ്ത് എന്താണെന്നറിയോ? അയാൾ എന്നെ പരിഹസിച്ചുകൊണ്ട് കാണിച്ചു. ഇത് ഞാൻ ഈ തിരുവനന്തപുരത്തിനടുത്ത് ആറ്റിങ്ങൽ വെച്ചൊരു മുഖാമുഖം പരിപാടി പങ്കെടുത്തു. അപ്പോ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആളുകളോടൊക്കെ സലാത്തിയിലിട്ട് പിരിവെടുക്കാനുള്ള ഒരു അമലാണ്, സലാത്തിയിലാണ് വേറൊരു അമലാണ്. രണ്ടമൽ എന്നായിട്ട് ഒരു സലാത്തിയില്ല 10 കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. മൻസല്ല അലിയ സലാത്തൻ എന്നാ പറഞ്ഞത്. ഏത് സലാത്തിയിലും 10 ഗുണം കിട്ടുന്ന പണ്ഡിതന്മാർ അംഗീകരിച്ച സലാത്തിൽ ഏത് ചൊല്ലിയാലും 10 ഗുണം കിട്ടും. ഇപ്പൊ ചിലർ ചോദിക്കുന്നത് ഹരിയത്ത് സലാത്തിയിലെ കിട്ടുമല്ലോ അല്ലേ? ഏത് സലാത്തിലെ ഹരിയ സലാത്ത് കിട്ടൂലേ? ഏത് സലാത്തിലും 10 ഗുണം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻസല്ല അലിയ സലാത്തൻ. അതിനെന്ത് വേണോ? അറബി ഭാഷ പഠിക്കണം, അറബി ഭാഷ പഠിക്കണം, ബലാഗ പഠിക്കണം, ഫസാഹ പഠിക്കണം, ലഫായിസ് ഓതണം, റഫത്തുൽ ഇഖ്വാൻ ഓതണം, മുഖ്തസർ
നാസറോദനം, മുത്തവ്വലോദനം, 2 പുസ്തകം വായിച്ചാലുണ്ടോ അറബി ഭാഷ മനസ്സിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ, ഏതൊരു സ്വലാത്ത് എന്റെ പേരിൽ ആര് ചൊല്ലിയോ സല്ലല്ലാഹു അലൈഹി അസ്റാ, 10 ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, അള്ളാഹ് അവർക്ക് പകരം കൊടുക്കും. അപ്പോ താരീഖ് സ്വലാത്തിലും കിട്ടും, ഏത് സ്വലാത്തിലും 10 ഗുണം കിട്ടും. പണ്ഡിതന്മാർ അംഗീകരിച്ച സ്വലാത്ത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പിരിവെടുക്കുകയാണ്. അവിടുത്തെ സംഘാടകർക്ക് ഒരുപാട് ചെലവുണ്ടാവില്ലേ, അതിനുവേണ്ടി ഇങ്ങനെ പിരിവെടുക്കുക. അപ്പൊ ചില ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ പൈസ കൊണ്ടെത്തും. അത് ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ കീഴിൽ 25 മദ്രസ ഉണ്ട്, 40ഓളം പള്ളിയുണ്ട്. അതിന്റെ കീഴിൽ ശരീഅത്ത് കോളേജുണ്ട്, ദേവാ കോളേജുണ്ട്. ദേവാ കോളേജ് എന്ന് പറഞ്ഞാൽ PG എടുത്ത ഒരു പ്രഗത്ഭനായ ബിരുദമെടുത്ത പണ്ഡിതൻ, അതുണ്ടാക്കാനുള്ളതാണ് ദേവാ കോളേജ്. നല്ല ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജുണ്ട്. ഒരു പെണ്ണിന്റെ കൂടെ CD വെക്കാൻ വേണ്ടി കൂടെ വന്ന 2 കുട്ടികളുണ്ട്. ഒന്ന് ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒന്ന് ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള 54 കുട്ടികളുണ്ട്. ഫാത്തിഹ പോലും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. വളരെ പാവപ്പെട്ടവർ. ഇപ്പൊ പെരുന്നാളുടെ തുണി വരെ നമ്മൾ എടുത്തു കൊടുക്കണം. അങ്ങനെയുള്ള മക്കൾ അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. കുറേ കുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിൽ 5,000-6,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ചിലർക്ക് ധാരണയാണ് തലക്കെട്ടിട്ട് ഇംഗ്ലീഷ് എടുത്തുകൂടാ. വേറെ ചിലർക്കൊരു ധാരണയാണ് തലക്കെട്ട് കെട്ടിയാൽ പിന്നെ MA കാരനായിക്കൂടാ. നമുക്ക് ധാരണയൊക്കെ പണ്ടങ്ങാൻ തീർത്തേണ്ടതാണ്. നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ പ്രധാനമന്ത്രി അറിയില്ലേ? അയാൾ അമേരിക്കയിൽ മൃഗങ്ങളിലൊക്കെ തലക്കെട്ടിട്ടിന്നല്ലോ പോകുന്നത്, താടി കണ്ടിട്ടാ പോകുന്നത്. അപ്പൊ താടിയും തലക്കെട്ടൊക്കെ ഉണ്ടായാൽ ഏത് അമേരിക്കയിലും പോകാന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവല്ലേ? അതിനാഴ്ചയും തെളിവ് പറയണോ സഹോദരന്മാരെ? അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ദേവാ കോളേജിൽ കുട്ടികൾ 32 കുട്ടികളും അവർ +2 പരീക്ഷ എഴുതി. തലയെക്കെട്ടും തൊപ്പിയും വെള്ളക്കുപ്പായും ഞാൻ ഇതുപോലെ തന്നെ കെട്ടിട്ട് ചെയ്തി, എല്ലാവരും ജയിച്ചു. അത് തലക്കെട്ടിട്ട് പഠിച്ചുകൂടാ. അതൊക്കെ ഒരു ധാരണയാണ്. ആ ധാരണയൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. നാദാപുരത്ത് വന്ന് പ്രസംഗിച്ച മൗലവി പറഞ്ഞു, എനിക്ക് തലക്കെട്ടിനോട് തൊപ്പോഴും ഭയങ്കര വെറുപ്പാണ്. നാദാപുരത്തെ എന്റെ 2ാമത്തെ 5 CD ഉണ്ട്, അത് കേൾക്കുന്ന കയ്യിൽ കാണാം. അയാളെ പ്രസംഗം നേരിട്ട് കേൾക്കാം. അത് തലക്കെട്ടിനോട് തൊപ്പോഴെങ്കിൽ ഭയങ്കര വെറുപ്പാണ്. അയാളുടെ കാരണം പറഞ്ഞോ. ഈ അജ്മീറിലൊക്കെ തൊപ്പികൾ ധരിച്ചിട്ടും തലക്കെട്ടിട്ടും തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരുപാട് ആൾ പേന്റ് കുടിച്ചിട്ടും മുണ്ടെടുത്തിട്ടും കക്കാൻ പോകുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഇതും കൂടി ഒഴിവാക്കിയിട്ട് നമ്മളിതൊക്കെ കണ്ടുവരുമല്ലോ എന്ന് ഞാൻ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ആ CD കേൾക്കാം. സഹോദരൻ ആരോ തെറ്റിയും വേണ്ടി മറ്റുള്ളവർക്ക് ഒഴിവാക്കല. ഈ എന്തൊരു സങ്കടമാണ്. ബുദ്ധിയില്ലാതെ ആയിപ്പോലെ അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ ആ ഭാഗത്ത് CD വെക്കുമ്പോൾ കേൾക്കാം. ഇപ്പൊ ഞാൻ അതിനെക്കൊണ്ട് കിടക്കുന്നില്ല. അപ്പൊ ഇയാളെന്താ ചെയ്തോ? ഞാൻ ഈ ആറ്റിങ്ങൽ വെച്ച് മുഖാമുഖത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ പിരിവെടുക്കുന്ന സമയത്ത് ചില ആളുകൾ നേരത്തെ പൈസ കൊടുത്തു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് സിറാജുലേക്ക് പറയും നേരത്തെ പൈസ കൊടുത്തായിരുന്നു. അല്ലാഹു ആ സ്ഥാപനത്തിന് എന്നൊരു ബർക്കത്താണ്. എത്ര അത്ഭുതങ്ങളും, വെള്ളപ്പാണ്ട് രോഗം മാറിയവർ മുതൽ ക്യാൻസർ രോഗം മാറിയവർ മുതൽ എത്ര അത്ഭുതങ്ങൾ, സിറാജുൽ ഹുദ അത്ഭുതങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഒരു 10 റുപ്യങ്ങൾ അതിന്റെ അച്ചടി പൈസകൾ കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങി വായിച്ചു നോക്കണത്. അത് മുഴുവനും അനുഭവങ്ങൾ എഴുതിയതാണ്. 50 കത്ത് പുതിയത് ഞാനതിൽ പ്രസിദ്ധീകരിച്ചു. മുമ്പ് വേറെ പുസ്തകത്തിൽ ഇറക്കിയിരുന്നു. അതല്ല, പുതിയത് മുഴുവൻ അത്ഭുതങ്ങളാണ് അല്ലാഹു തആല സ്ഥാപനത്തിന് തന്നത്. 20 കൊല്ലമായിട്ട് കുട്ടിയില്ലാത്തവരാണ് മക്കളിലേക്ക്. ഇപ്പൊ അടുത്ത് കുട്ടിയുണ്ടായിട്ട് 4.5 പവൻ 5 പവനോ മറ്റുള്ള സ്വർണ്ണാഭരണം എനിക്ക് കൊണ്ടെത്തുന്നു. ഇന്നലെ ഒരാൾ വന്നു, ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ല, 12 കൊല്ലമായിട്ട് കുട്ടിയിലായിരുന്നു കൊണ്ടെത്തുന്നു. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ അത് നിങ്ങൾക്ക് അപ്രസംഗത്തിൽ കേൾക്കാം. അയാളെന്റെ പ്രസംഗം കേൾക്കാം. സിറാജുലിനെ പറ്റി അയാൾ പറയാണ്, ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രമാണ് സിറാജുൽ. ഗൈനക്കോളജിക്കൽ മക്കളില്ലാത്ത ആയിരക്കണക്കിനാണ് മക്കളുണ്ടായിട്ടാണ്. ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 ലക്ഷം റുപ്യ നേർച്ച കിട്ടാറുണ്ടായി. അതിനെതിരായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അവരെ കൂട്ടത്തിൽപ്പെട്ടവർക്കും തോന്നി എന്തോ ഒരു അത്ഭുതം അവിടെ ഉണ്ട്, അവരും നേർച്ചയാക്കാൻ തുടങ്ങി. ഇപ്പൊ 2.5 ലക്ഷം കിട്ടുന്നുണ്ട് മാസത്തിൽ. അതപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഓരോന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കി. ഞാനിപ്പോ അതേ കണക്ക് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പലരും നേർച്ച കൊണ്ടെത്തന്നപ്പോ ഞാൻ ഈ വാങ്ങുന്ന സംഘാടകർക്ക് തിരുവെടുത്ത് കൊടുക്കാൻ അവരെ ചെലവിന്. അപ്പൊ അതിൽ ഈ സിറാജുൽ നേരത്തെ മെസ്സേജ് ഇടാൻ പറ്റുമോ? ഞാൻ എന്റെ കീശ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടോ, എന്റെ സലാത്ത് മുടങ്ങാൻ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, കീശയിലിട്ടോ. ആദ്യ ചങ്ങാതികൾ പിടിച്ചു കൊണ്ടുപോയി എല്ലാവരും കൊണ്ട് കണ്ടോ പേരോട് വലിയ പൈസ കവറിൽ വരുമ്പോൾ സ്വന്തം കീശയിലിട്ടോ എന്നാ പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. പിന്നെ പൈസ അവന്റെ സുർബോട് പോലെ കണ്ടില്ല വെക്കുക.
കീശയിലല്ലാതെ എവിടെ വെക്കുക? പക്ഷേ നൂറുകണക്കിന് ബിൽഡിങ്ങുകൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ 6000 7,000 കുട്ടികൾ എനിക്ക് പഠിക്കുന്നുണ്ട്. അതൊന്നും അവർ കണ്ടില്ല. അവർ കണ്ട് എന്റെ കീശ പൈസ മാത്രമാണ്. അള്ളാഹു നന്നാകട്ടെ. ഞാൻ പറയും, നമ്മൾ തിരിച്ചാരെയും ചീത്ത പറയണ്ട, ചീത്ത പറയാനും പാടില്ല. ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാർ. ഡോക്ടർമാരുടെ ഉത്തരവാദിത്തം എന്താണ്? രോഗികളെ കാണുമ്പോൾ സഹതാപം. അച്ഛനെ ഞാൻ രോഗിയായി പോയല്ലോ, അല്ലാതെ രോഗിയോട് വെറുപ്പല്ല. ഒരാൾക്ക് ഡോക്ടറെ വയറ്റിന് വല്ലാണ്ട് വേദന, എന്താണ് വയറ്റിന് വേദനയോ ഒറ്റ തിരിഞ്ഞാലും അങ്ങനെ ചികിത്സിക്കലു, അങ്ങനെയല്ലോ ചികിത്സിക്കലു. പിന്നെ വയറ്റിൽ വേദനയുണ്ടല്ലേ? അപ്പൊ ഈ ഡോക്ടർക്ക് അലിവ് തോന്നണം. ഇതുപോലെ വിവരമുള്ളവർക്ക് വിവരമില്ലാത്തവരോട് അലിവാണ് തോന്നേണ്ടത്, സഹതാപമാണ് തോന്നേണ്ടത്, ശത്രുതയല്ല. അപ്പൊ എന്ത് ചെയ്യുക? ഡോക്ടർ ഒരു സൂചി വെക്കണം. സൂചി വെക്കണമെങ്കിൽ തന്നെ ഈ ഡോക്ടർ പെട്ടെന്ന് സൂചി എടുത്ത് കുത്തരുത്. പിന്നെ ഒരു ചെറിയ സൂചി വെച്ചൂടെ? അപ്പൊ ഇയാൾക്കും തോന്നും സൂചി വണ്ടി തന്നെ ചെറുതാണ്, പിന്നെ തീരെ ചെറുതാണേ സാരില്ല, ചെറിയ സൂചി വെച്ചൂടെ എന്ന് ചോദിച്ചൊരു സമ്മതം എടുത്ത്, എന്നിട്ട് കുറച്ച് പരുത്തിയെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി ആദ്യം ഒന്ന് തടകിയിട്ട് ബോധ്യപ്പെടുത്തണം നിന്നോട് നല്ല സ്നേഹമാണ് എന്നതിന് ശേഷം മാത്രമേ സൂചി എടുത്ത് കുത്താം. കുത്തുമ്പോ എന്ത് വേണം? കുത്തുമ്പോ വേദനിക്കാതിരിക്കാൻ വേണ്ടി മക്കൾ എത്ര ഉണ്ടായിരുന്നു, എവിടെയാ പോക്ക്, എന്താ പണി എന്നൊക്കെ ചോദിച്ച് ശ്രദ്ധ മാറ്റി കളിയുമ്പോഴും അങ്ങനെ കുത്തിയിട്ട് ഈ മരുന്ന് ഉള്ളിലങ്ങ് കയറ്റി ഇതിന്റെ വയറ്റിൽ വേദന ഇങ്ങനെ സുഖപ്പെടുത്താൻ കഴിയുമെന്നാണ് ഡോക്ടർ നോക്കേണ്ടത്. അല്ലാതെ എടാ വയറ്റിൽ സുഖമില്ലാനോ ഈ സൂചി എടുത്ത് ഒറ്റ കുത്തി വരും ഞാൻ, ഇങ്ങനെയല്ല ഒരു ഡോക്ടർ ചികിത്സിക്കേണ്ടത്. ഇതുപോലെ പണ്ഡിതന്മാർ ചീത്ത പറഞ്ഞുകൊണ്ടല്ല പ്രസംഗിക്കേണ്ടത്, തെറി പറഞ്ഞുകൊണ്ടല്ല പ്രസംഗിക്കേണ്ടത്. ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ മൗലവി എത്രയാണ് ചീത്ത പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു പേരോടിന് പൂർണ്ണ ലൂസാണ്. സമസ്തയുടെ മുഴുവൻ ആലിമികളും മാനസിക രോഗികളാണ്, കാന്തപുരം ഇബ്ലീസാണ്. ഇതിനാണ് അയാളുടെ ശൈലി. ഇതൊരു ഇസ്ലാമിക പ്രബോധകൻ അനുയോജ്യമാണോ? നിങ്ങൾക്ക് അയാളെ ശബ്ദം തന്നെ കേൾക്കാം, എന്തെടുത്ത് പറഞ്ഞതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നാം ശത്രുത വെച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, നാം അക്രമവാസന വളർത്തേണ്ടവരല്ല, ഭീകരവാദികളാവേണ്ടവരല്ല. നാം അള്ളാഹുവിന്റെ അടിമകളാ. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവരാ. നാം സത്യത്തിന്റെ വക്താക്കളാകണം, സത്യത്തിന്റെ പ്രചാരകരാകണം. അത് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അവിടെ വാശിയില്ല, വഴക്കില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഞാനൊരു ചെറിയ മോഡൽ നിങ്ങൾക്ക് കാണിച്ചട്ടെ. അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുക. എന്താണ് വെല്ലുവിളി പറയൂ? എന്താ വിഷയം എന്നാദ്യം ഞാൻ പറയാം. കുറേ ചോദ്യങ്ങൾ വന്നു അവിടെ വെച്ച്, ആറ്റിങ്ങിൽ വെച്ച്. അതിലൊരു ചോദ്യം എന്താണെന്നറിയോ? ഒരു ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ച. ഞാൻ പറഞ്ഞു സ്ത്രീധനമാകാനത്താണ് ഒരു പണിയാണ്. ഒരു പെണ്ണ് കിട്ടുമ്പോൾ എന്തെങ്കിലും പൊന്നിങ്ങോട്ട് കിട്ടണം, അല്ലെങ്കിൽ സ്വർണം കിട്ടണം, അല്ലെങ്കിൽ പണം കിട്ടണം ചിരിക്കുന്ന താഴ്ന്ന പണിയാണ്. അത് മാനമായ പരിപാടിയല്ല. പക്ഷേ സ്ത്രീധനം ഹറാമാണെന്ന് നിങ്ങൾ ഫത്വ കൊടുക്കരുത്. അതെന്ത്? ഒരു കാര്യം ഹറാമാക്കാനും ഹറാമല്ലാതാക്കാനുമൊന്നും നമുക്ക് അധികാരമില്ല. അത് പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഇമാമിങ്ങളുടെ വാചകങ്ങൾ തെളിവില്ലാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന വാചകത്തിന്റെ വ്യാപ്തിയിൽ ചിലപ്പോൾ ഹലാലും പെട്ടേക്കും. എങ്ങനെ? ഒരു സ്ത്രീ ഭർത്താവിന് പൊരുത്തപ്പെട്ട എന്തെങ്കിലും കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീയുടെ ബാപ്പ പൊരുത്തപ്പെട്ടിട്ട് വരണ്ട് എന്തെങ്കിലും കൊടുക്കുന്നു, അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്നപ്പോൾ അവർ അറബികളായിരുന്നു. ആ അറബികൾ ദരിദ്രരായിരുന്നു. അന്ന് പെട്രോളും ഡീസലും കണ്ടുപിടിച്ച കാലമല്ല. നമ്മുടെ രാജ്യം സമ്പന്നമായിരുന്നു. ഇവിടെ ഇഞ്ചിയുണ്ട്, ഇവിടെ കുരുമുളകുണ്ട്, ഇവിടെ തേങ്ങയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അറബികൾക്ക് മരുഭൂമിയും കാരക്കയും മാത്രമേ ഉള്ളൂ. ആ ദരിദ്രരായ അറബികൾ അവർ കടലും താണ്ടി വന്നാണ് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്. അന്ന് സഹോദരന്മാരെ, ഞാൻ വന്നതുപോലെ കാറിൽ വന്നതല്ല, പ്ലെയിനിലും ട്രെയിനിലും വന്നതല്ല. വെറും ചെറിയ പായക്കപ്പലിൽ കയറി മാസങ്ങളോളം അറബിക്കടലിലെ തിരമാലകളോട് മല്ലടിച്ച്, അന്ന് ടോർച്ച് കൈവശം വെക്കാൻ അന്ന് ബാറ്ററിയില്ല, ഇലക്ട്രിക് സംവിധാനങ്ങളില്ല, അന്ന് തണുത്ത വെള്ളവും ചൂടുവെള്ളവും സൂക്ഷിക്കാൻ സംവിധാനമില്ല, കാറ്റ്
കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുന്ന പായക്കപ്പലിൽ കയറി പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങളോളം പലപ്പോഴും ഉപ്പുവെള്ളവും കുടിച്ചു വന്ന ആ മഹാന്മാരില്ലേ വന്നത് ദുനിയാവിന് വേണ്ടിയല്ല, കാര്യലാഭത്തിന് വേണ്ടിയല്ല. لأن يهدي الله بك رجلا خير لك من الدنيا وما فيها. നീ കാരണമായി ഒരൊറ്റ മനുഷ്യനെ അള്ള സന്മാർഗത്തിലാക്കിയാൽ ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ് കേട്ടോ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന വിശ്വസിച്ചുകൊണ്ട് ദുനിയാവ് മുഴുവനും പോയാലും ഒരാൾ നന്നാകുന്നതല്ലേ ഖൈറെന്ന് മനസ്സിലാക്കി ആ മഹാന്മാര് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നു. ഇവിടെ സ്വീകരിക്കാൻ അന്ന് കമ്മിറ്റികളില്ല, ജമാഅത്തുകളില്ല, SSF ഇല്ല, SYS ഇല്ല, അതേ സമസ്തയില്ല, ഒരു സംഘടനയുമില്ല. അക്കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി വന്ന ആ മഹാന്മാർ നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു സംഘടനയും ഒന്നുമില്ലാത്ത കാലത്ത്, ഇവിടെ പോകട്ടെ ഒരൊറ്റ മുസ്ലിമില്ലാത്ത കാലത്ത് അന്യമതസ്ഥർ മാത്രം ജീവിക്കുന്ന ഇന്ത്യയിലേക്ക് പടച്ചവന്റെ മേൽ തവക്കുലാക്കി വന്ന മഹാന്മാരില്ലേ അവരല്ലേ നമുക്ക് തൗഹീദിന്റെ കലിമത്ത് പഠിപ്പിച്ചത്, അവരല്ലേ ഖുത്ബയുടെ ഭാഷ പഠിപ്പിച്ചത്, അവരല്ലേ സർവ്വ നിസ്കാരത്തിന്റെയും എണ്ണം പഠിപ്പിച്ചത്, അവരല്ലേ ഖിബ്ല തിരിച്ചു തന്നത്, അവരല്ലേ സഹോദരന്മാരെ ഓരോ മാസത്തിലും ദിവസത്തിലും എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചത്, ആരാണ് ജുമഅക്ക് പോകേണ്ടതെന്ന് പഠിപ്പിച്ചത്, എന്താണ് പള്ളിയിൽ നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, എന്താണ് റബീഉൽ അവ്വലിൽ നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, എന്താണ് ഓരോ കാലത്തും വേണ്ടതെന്ന് പഠിപ്പിച്ചത് ആ മഹാന്മാരല്ലേ. അവര് നിർമ്മിച്ച പള്ളികൾ ഇന്നും അതാ നിലനിൽക്കുന്നില്ലോ. ആ മഹാന്മാരുണ്ടല്ലോ, ദരിദ്രരായ ആ മഹാന്മാർ ഇവിടെ വന്നപ്പോ അവർക്ക് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇവിടെയുള്ള പലരും പറഞ്ഞു നിങ്ങൾക്ക് നമ്മുടെ മകളൊക്കെ വിവാഹം കഴിപ്പിച്ചു തരാം, സ്നേഹമാണ്, ബഹുമാനമാണ്. ഞങ്ങളടുത്ത് മഹറൂർക്കാൻ പൈസ ഇല്ലല്ലോ, ഞങ്ങൾക്ക് തുണിയെടുക്കാൻ പണമില്ലല്ലോ. നിങ്ങളെ ഭാര്യയെ കിട്ടിയാലും എന്നിട്ടാ മതിയോ, താമസിക്കാൻ സൗകര്യം ചെയ്യണേനും ആറുണ്ടാക്കാൻ പൈസ ഇല്ലല്ലോ, പിന്നെ ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, ഞങ്ങളെന്താ ചെയ്യാ? അപ്പോൾ ഈ പെൺകുട്ടികളെ ബാപ്പമാര്, പെൺകുട്ടികളെ കുടുംബക്കാർ പറഞ്ഞു അത് നിങ്ങൾ തയ്യാറാണ്ട, നിങ്ങൾക്ക് വേണ്ടൊക്കെ നമ്മൾ തന്നെ തരാം. അങ്ങനെ ദരിദ്രരായ അറബികൾക്ക് ഈ രാജ്യത്തുള്ള സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിങ്ങൾ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ പുറമെ ഈ പുതിയാപ്പന്മാർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ചെയ്തു. അതവർ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇവിടെ സ്ത്രീധന സമ്പ്രദായത്തിന്റെ തുടക്കം. പക്ഷേ അതൊരാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് അവർ. ഇപ്പോൾ ചെറുപ്പക്കാരെ പോലെ ചോദിച്ചു വാങ്ങുകയാണ്. അവിടെ ആ താണവടിയാണ് ഞാൻ പറഞ്ഞു. അവകാശമൊന്നുമില്ലതിൽ ചോദിച്ചു വാങ്ങാനുള്ളതല്ല. പൊരുത്തപ്പെട്ടു തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ നിയമം. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കരുത്. എന്റെ വേലകൾക്കാർ വേണ്ടി ഒന്നന്മാരോട് ഞാൻ പറയാണ്, ഇപ്പൊ പൊന്നിന് വില കൂടിയ സമയമാണ്. ചിലപ്പോൾ ചിലന്മാര് മകന്റെ ഭാര്യന്റെ കഴുത്തിലും കാതിലൊക്കെ ഇപ്പം തൂക്കി വെക്കാൻ തോന്നും, ഇബിലീസിലൊക്കെ തോന്നിപ്പിക്കും. അങ്ങനല്ലേ ശൈത്താന്റെ പണി? ശൈത്താൻ എപ്പോഴും മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കാനേ ശ്രമിക്കുള്ളൂ. ശൈത്താൻ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാണല്ലോ. മൂപ്പര് ഡ്യൂട്ടി നന്നായിട്ട് തരും, മൂപ്പര് ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടല്ലോ ശൈത്താൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء. ശൈത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട സ്വാഗതം പറഞ്ഞ തങ്ങളവരുകൾ സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു ഇവിടെയുള്ള സയ്യിദന്മാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളവരുകളോട് ആരോ പോയി പറഞ്ഞു കൊടുത്തതായിരിക്കാം ഈ നല്ല നിലക്കുള്ള നേർച്ചയ്ക്ക് പകരം ഒരു റിബൽ നേർച്ച വരാൻ സാധ്യതയുണ്ട് എന്നത് ബഹുമാനപ്പെട്ടവർ വിശ്വസിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത്. ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങൾ ഇത്രയും നല്ല ഒരു ദീനിയായ പരിപാടി നടത്തി ഇവിടെ കിടക്കുന്ന സാദാത്തുക്കളുടെ പേരിൽ ദുആ ചെയ്യുന്നതിന് പകരം അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ ഇവിടെയുള്ള സയ്യിദന്മാരോ ആ കുടുംബത്തിൽപ്പെട്ടവരോ നാട്ടുകാരോ ഇനി അതിന് മുതിരുകയില്ല എന്ന് ഞാൻ അല്ലാഹുവിൽ ഉറപ്പിച്ചിട്ട് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ നല്ലവരായി ജീവിച്ചു മരിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഒരു സയ്യിദിനോട് മറ്റേ സയ്യിദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. തങ്ങളെ നിങ്ങളെ കൊണ്ട് മറ്റാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. സുനിയപ്പുറത്തെ തങ്ങളെയും മറ്റേ തങ്ങളെയും കുടുംബക്കാരൊക്കെ തെറ്റിക്കലാണ് ശൈത്താന്റെ ഉദ്ദേശം. അതുകൊണ്ട് ശൈത്താൻ സയ്യിദന്മാരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കും, നാട്ടുകാരെ തെറ്റിക്കാൻ ശ്രമിക്കും, കമ്മിറ്റിക്കാരെ തെറ്റിക്കാൻ ശ്രമിക്കും, എല്ലാവരും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശൈത്താൻ ശ്രമിക്കും. അത് ഖുർആൻ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്വാഇ. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ, നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാനാണ് ശൈത്താൻ പരിശ്രമിക്കുക. അത് ശൈത്താന്റെ ഡ്യൂട്ടിയാണ്. അല്ലാഹു ശൈത്താന്റെ ശരീരം നമ്മുടെ നാടുകളൊക്കെ കാക്കട്ടെ. തിരൂരിൽ യാഹൂത്തങ്ങളെ നേർച്ചയുണ്ടായി. അവിടെയും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പാടില്ലാത്ത കുറെ മുട്ടും പാട്ടും നൃത്തവും നാടകവും ഒക്കെ നടക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ SSFന്റെ കീഴിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചു. ശക്തിയായി പ്രസംഗിച്ചതിന്റെ ചീത്ത പറഞ്ഞതല്ല, ഖുർആനും ഹദീസും ധരിച്ച് ഇമാമികളെ കിതാബ് ധരിച്ച് ഈമാനുള്ളവർക്ക് വാങ്ങു പറഞ്ഞു കൊടുത്തു. അത് ഖുർആൻ നമ്മളോട് പറഞ്ഞ നിങ്ങൾ വാങ്ങു പറഞ്ഞു കൊടുത്തോളൂ, ഈമാനുള്ളവർക്ക് ഉപകരിക്കുന്നത്. ഞാൻ വാങ്ങു പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുത്തവല്ലി അന്നന്റെ സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു, ഇനി അങ്ങനത്തെ നേർച്ച ഇവിടെ വേണ്ട. ഖുർആൻ ഓതുന്ന നേർച്ച, സദഖ ചെയ്യുന്ന നേർച്ച, അന്നദാനം കൊടുക്കുന്ന നേർച്ച, ആലിമീങ്ങളെ കൊണ്ടുവന്ന് ദുആയും ദിക്റും ചൊല്ലുന്ന നേർച്ച, ആ നേർച്ചയല്ലാതെ വേണ്ടെന്ന് അന്ന് തന്നെ മുത്തവല്ലി തീരുമാനിച്ചു. പിറ്റത്തെ നേർച്ചന്റെ സമയം വന്നപ്പോ എന്നെ തന്നെ വിളിക്കുന്നു. ഉസ്താദേ, നിങ്ങൾ എന്നെ വേഗം പറയാൻ വരണം. ഞാൻ പറഞ്ഞു, അടുത്തിയാൽ അവിടെ വന്ന് പോന്നിട്ടേ ഉള്ളൂ, എന്നെ വിളിക്കരുത്. പക്ഷേ വിട്ടില്ല. ഞാൻ ആ സന്തോഷം കൊണ്ട്, അഥവാ തെറ്റായ ചില കാര്യങ്ങൾ നടന്നുപോയത് നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സന്തോഷം കൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് വാങ്ങു പറയുകയാണെങ്കിലും, എന്ത് സംസാരിക്കുകയാണെങ്കിലും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സംസാരത്തിൽ പലതിലും ഖൈറില്ല നബിയേ. ഖൈറുള്ള സംസാരം ഏതാണ്? ഇല്ലാ മൻ അമറ ബിസദഖ, ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നവന്റെ സംസാരം നല്ല സംസാരമാണ്. ഔ മഅറൂഫ്, ഇസ്ലാമിൽ അറിയപ്പെട്ട നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നവന്റെ സംസാരം നല്ല ഖൈറായ സംസാരമാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ വേണ്ടി, തമ്മിൽ തെറ്റിപ്പോകാതെ എല്ലാവരെയും നല്ല നിലക്കാക്കാൻ വേണ്ടി ദുഷിച്ച ആശയങ്ങളും ചിന്തകളും സ്വഭാവങ്ങളും നീക്കി മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം ഖൈറായ സംസാരമാണ്. അത് കമ്മിറ്റിക്കാരുടെയോ സംഘാടകരുടെയോ നാട്ടുകാരുടെയോ പണക്കാരുടെയോ അല്ലാത്തവരുടെയോ തൃപ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് എല്ലാം അറിയുന്ന രാജാവായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ പ്രതിഫലത്തിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ, അവന് മഹത്തായ പ്രതിഫലം ശേഷം നമ്മൾ കൊടുക്കും നബിയേ. സംസാരം ഹൈറായ സംസാരം, നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന സംസാരമാണ്, ധർമ്മം ചെയ്യാൻ പറയുന്ന സംസാരമാണ്, നന്ജനങ്ങളെ തമ്മിൽ തെറ്റാതെ യോജിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരമാണ്. അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവർക്കല്ലേ അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രസംഗിക്കുന്നവർക്കല്ലേ, അങ്ങനെ ക്ലാസ് എടുക്കുന്നവർക്കല്ലേ, അങ്ങനെ നിർദ്ദേശിക്കുന്നവർക്കല്ലേ, അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർക്കല്ലേ, അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കല്ലേ, മെമ്പർമാർക്കല്ലേ, ജനങ്ങൾക്കല്ലേ, അതുമായി ബന്ധപ്പെടുന്ന സയ്യിദന്മാർക്കല്ലേ പടച്ചവന്റെ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ അങ്ങേയറ്റം പ്രിയം വെച്ച അടിമകളാണ് ഞങ്ങൾ. അവിടുത്തെ കുടുംബത്തോട് ഞങ്ങളെ മനസ്സിൽ അങ്ങേയറ്റത്തെ സ്നേഹമാണെന്ന് നിനക്കറിയാം. ഇവിടെ മറവ് ചെയ്യപ്പെട്ട സയ്യിദന്മാരെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. റബ്ബേ,
നീ അവരുടെ കൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദ്റത്തിൽ അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവിടെ വെച്ച് ഞാനതാ പിന്നെയും വാതിൽ പോയി. ഉറൂസിനോടനുബന്ധിച്ച് നേർച്ചയോടനുബന്ധിച്ചുള്ളതാണ്. എല്ലാ മുട്ടും പാട്ടുമൊക്കെ നിർത്തി വാഴൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പോവുകയാണ്. വാഴ കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനൊരു കൂട്ടർ കുറച്ച് മുട്ടും കൊണ്ടുവരുന്നു. കുറച്ചാളുകൾ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ വരുന്നു. കൂട്ടത്തിൽ കള്ളു കുടിച്ചവരുമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നടത്തം തൊടിയില്ല. ലാമൽ ഫെയ്ജ് പോലെയാണെന്ന് അർത്ഥം. ലാമൽ ഫെയ്ജ് നിങ്ങൾക്കറിയില്ലേ? ഒരു കാലം എത്തിപ്പോ മറ്റേ കാലം മറഞ്ഞുകൊള്ളുമല്ലോ. അങ്ങനെ നടക്കുന്നവരുണ്ട് കൂട്ടത്തിൽ. മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ വരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ എന്താണ് മുസ്ലിം ചെറുപ്പക്കാരും ഇപ്പൊ കള്ളു കുടിക്കുന്നത്? എന്തൊരു സങ്കടമാണ്. അല്ലാഹു കാക്കട്ടെ. ഞാനിപ്പോ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കില്ല. കോഴിക്കോട്ട് കുറച്ച് ഡോക്ടർമാർ കൂടിയിട്ട് വലിയ പരിപാടി നടത്തി. അവസാനം തല്ലിപ്പിരിച്ചു. കാരണം പറഞ്ഞ എന്താണ്? മദ്യപിച്ചിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചത്, ഇത്രയും കാലം പഠിച്ചിട്ടൊരു ഡോക്ടറായിട്ട് ഇത് ബാച്ചിൽ പോയാൽ മനസ്സ് റെഡി ഉണ്ടാവില്ല എന്നുള്ളത് പഠിച്ചില്ല. ഇത് ബാച്ചിൽ പോയാൽ തലമുറക്ക് നേർക്ക് നിൽക്കില്ലാല്ലോ പഠിക്കാത്ത ഡോക്ടർമാര്. പിന്നെ എന്ത് ഡോക്ടർമാരാണ് ഇവർ പഠിച്ചവരെ നമുക്ക് മരുന്ന് ചെയ്യാൻ നമ്മളെ ഹാലെന്താണ് ഞാൻ ആലോചിച്ചത്. സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളാണ് കള്ളുകുടിയന്മാരാകല്ലേ. ഇത്ര ദുഷിച്ചൊരു ഏർപ്പാടുണ്ടോ? ഇപ്പോൾ പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, എന്താ സങ്കടം. വടകര റെയിൽവേ സ്റ്റേഷനിൽ 3 ആൾ വന്നു. ഒരാൾ യാത്ര പോകുന്ന ആളാ, 2 ആൾ യാത്രയാക്കാൻ വന്നതാ. നോക്കുമ്പോ ട്രെയിന് കുറെ ലേറ്റ് ആയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നമ്മൾ ഇന്ത്യ രാജ്യത്ത്. അങ്ങനെ ട്രെയിന് ലേറ്റാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവര് തീരുമാനിച്ചു നമുക്കൊന്ന് മിനിങ്ങാൻ പോവാൻ. മിനിങ്ങാൻ എനിക്ക് മനസ്സിലായി. എന്നോട് പ്രൊഫസർ ബാബു സാഹിബ് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും മേനാണ്. പിന്നെ അയാൾ പറഞ്ഞത് കള്ളുടിക്കാൻ പോകാൻ അതിന്റെ മേനാണ്. മെരിങ്ങാൻ പോയിട്ട് പിന്നെ 3 ആൾ ഓവർലോഡായിട്ടാ വന്നത്. വന്ന് കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വന്ന് എന്തുണ്ടായിന്നറിയോ? യാത്ര പോകേണ്ട ആൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് യാത്രയാക്കാൻ വന്ന 2 ആളും ട്രെയിനിൽ കയറി. ട്രെയിന് വിടുമ്പോ ഈ യാത്രയൊക്കെ വന്ന 2 ആളും ട്രെയിനിൽ ടാറ്റാന്ന് മറ്റോന്. ഈ തരത്തിൽ മനുഷ്യനെ ആക്കി കളയുന്ന കള്ള്, ആ കള്ള് കുടിക്കുന്ന മനുഷ്യന്മാരില്ലേ, അത്ഭുതം തന്നെ തന്നെ. മുസ്ലിമേ, ചിന്തിച്ചോ, നീ ശരിക്ക് ചിന്തിച്ചോ. കാറ്റത്തെക്കാൾ മാറുന്ന നജസല്ലേ കള്ളു, കാറ്റത്തെക്കാൾ താഴ്ന്ന നജസല്ലേ കള്ളു, ഛർദിച്ചതിനേക്കാൾ താഴ്ന്ന നജസല്ലേ കള്ളു, ചലത്തേക്കാൾ താഴ്ന്ന നജസല്ലേ കള്ളു. മസല പറയാൻ ഇവിടെ സമയമില്ല. ഫത്തുൽ മുഈൻ നിങ്ങൾക്കറിയില്ലേ? കോഴിക്കാട്ടം, കോഴിയുണ്ടോ വിസർജിച്ചാൽ അതിന്റെ മലദ്വാരം കഴുകലുണ്ടോ? കഴുകലില്ല. മനാരിക്കാറുണ്ടോ കോഴി? ഇല്ല. അപ്പൊ എപ്പോഴും അതിന്റെ മലദ്വാരത്തിൽ കാട്ടത്തിന്റെ അസറുണ്ടാകും, പാടുണ്ടാകും. അതുകൊണ്ട് തന്നെ കോഴിയെ കീശയിലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. കാരണം അതിന്റെ മലദ്വാരത്തിൽ വേസുണ്ടാവും, കഴുകാറില്ല. എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഫത്തുൽ മുഈനിനുള്ള ഒരു മസല. ഒരു ബക്കറ്റ് വെള്ളത്തിലൊരു കോഴി വീണാലോ ആ വെള്ളം നെസായി പോകുമോ? ഫത്തുൽ മുഈനിൽ പറയുന്നു വിട്ടുവീഴ്ചയുണ്ട്. എന്താ കാരണം? അതം വെള്ളത്തിൽ അന്നൊരു വിട്ടുവീഴ്ച കൊടുത്തതാണ്. കോഴി വീണ വകയിൽ വെള്ളം നേസാവുന്നില്ല, അതിന് വിട്ടുവീഴ്ചയുണ്ട്. അപ്പൊ കുറഞ്ഞ കാട്ടത്തിൽ ചിലപ്പം വിട്ടുവീഴ്ചയുണ്ട്. എന്നാ ഞാൻ ഓർന്ന് പറയട്ടെ, ഛർദി, മുല കുടിക്കുന്ന കുട്ടികൾ ഛർദിച്ചുകൊണ്ടേയിരിക്കും. ആ കുട്ടിയുടെ ഛർദി തൊള്ളയിൽ നമ്മുടെ ശരീരത്തിലായ കഴുകാതെ നിസ്കരിച്ചുകൂടാ. പക്ഷേ സ്വന്തം ഉമ്മമാർക്ക് അവിടെ ഒരു വിട്ടുവീഴ്ചയുണ്ട്. അതെന്താണ്? അവർ മുല കുടിക്കുന്ന സമയത്ത് ഈ ചെറിയ കുഞ്ഞിന്റെ തൊള്ളയുണ്ടോ കഴുകി വൃത്തിയാക്കാൻ കഴിയുന്നു. ആ തൊള്ള ഛർദിക്കുന്ന തൊള്ള കൊണ്ട് ഉമ്മയുടെ മുലയും ആ തൊള്ള കൊണ്ട് മുല നജസായില്ലേ? പക്ഷേ അതിന് വിട്ടുവീഴ്ചയുണ്ട്. കഴുകാതെ ഉമ്മാക്ക് നിസ്കരിക്കാം. ബാപ്പക്ക് പിന്നെ പരിപാടിയില്ലാത്തതുകൊണ്ട് ബാപ്പക്ക് അത് വിട്ടുവീഴ്ചയില്ല. ഇരിക്കട്ടെ സഹോദരന്മാര്, അപ്പൊ ഉമ്മാക്ക് അവിടെ വിട്ടുവീഴ്ചയുണ്ട് ഛർദിക്ക്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, മറ്റൊരു രജസല്ലേ ചലം. നമ്മളെ ശരീരത്തിൽ ഒരു കുരുപൊട്ടിയിട്ട് ഒരൽപ്പം ചലം കുപ്പായത്തിലായ ആ കുപ്പായം വിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പക്ഷേ ചെറുപ്പക്കാരെ, ഒരൊറ്റ കള്ളത് എത്ര ചെറിയ പോയിന്റ് ആണെങ്കിലും ശരി, കുപ്പായത്തിലോ വസ്ത്രത്തിലോ വെള്ളത്തിലോ അതിനൊരു വിട്ടുവീഴ്ചയുമില്ല. നിസ്കാരം ബാത്തില് തന്നെ, ആ വെള്ളം കൊണ്ടുള്ള ഒരു ബാത്തില് തന്നെ.
അത്ര ഗൗരവമുള്ള മനസ്സല്ലേ കള്ള്. ആ കള്ളുവരെ കുടിക്കുന്ന മനുഷ്യന്മാര് സുബ്ഹാനല്ലാഹ്, ഞാൻ വേളും കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് യാഹൂദങ്ങളെ ജാറത്തിന്റെ അടുക്കുന്നത്. അതാ ശരിയായ നേർച്ചയും കഴിഞ്ഞിട്ട് വേളും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോ കുറച്ച് കള്ളുകുടിയന്മാരടക്കണ്ട് മുട്ടിപ്പാടി ഇങ്ങനെ വരുന്നു. ഞാൻ ചോദിച്ചത് എന്താ പരിപാടി, ഇവിടെ എങ്ങാനും ഹിന്ദുക്കളെ ഉത്സവമോ തറയോ ഉണ്ടോ? അപ്പോഴാ പറയും, നല്ല മുസ്ലിയാരെ, അത് നിങ്ങൾ വേള് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ പണ്ടുണ്ടായിരുന്ന മുട്ടുംപാട്ടൊക്കെ നിർത്തിക്കളഞ്ഞില്ലേ, അതിന് റിബലായിട്ട് വേറൊരു കൂട്ടര് റിബലായിട്ട് മുട്ടുംപാട്ടും തുടങ്ങിയതാണ്. അവര് മഖ്ബറയിൽ വരൂല, കുറെ അപ്പുറത്തേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്തരത്തിലുള്ള ജനങ്ങളൊന്നും നിങ്ങളെ ഈ ഉത്ബുദ്ധമായ ജനങ്ങൾ ജീവിക്കുന്ന വിദ്യാഭ്യാസപരമായി പുരോഗതിയുള്ള വിവരമുള്ള തെക്കുവയുള്ള ആളുകൾ ജീവിക്കുന്ന ഈ പ്രദേശങ്ങളിലൊന്നും അത്തരം പരിപാടികൾ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, അങ്ങനെ സ്ത്രീധനം പൊരുത്തപ്പെടാത്തവർക്ക് ഒരു വസ്തുവും വാങ്ങാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല. സ്ത്രീകൾ ഇപ്പൊ ഇങ്ങനെ പൊന്നിന് വില കൂടിയപ്പോ മെല്ലെ ഒന്ന് തൂക്കി വെക്കുക. എന്ത്, മകൾക്ക് കൊടുത്ത സ്വർണം അത് പണ്ട പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ? തൂക്കി നോക്കുമ്പോ പണ്ട് പറഞ്ഞത് 12 പവന, പറഞ്ഞ് കൂടിപ്പോയോ? ഇവിടെ എത്ര ഉണ്ടാവോ? 12 പവനൊക്കെ കൊടുക്കലുണ്ട് ഇവിടൊക്കെ. 12 പവനാണ് പറഞ്ഞത്, അത് തൂക്കി നോക്കുമ്പോൾ 10 ഉള്ളൂ. അപ്പൊ പിന്നെ ഈ ഉമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങി, പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, കിട്ടിയിട്ട് വന്നാ മതി, കിട്ടിയിട്ട് വന്നാ മതി. 65 വയസ്സുള്ള ഉമ്മാന്റെ ദിക്റായി ഒരു 10,000 ഒല്ലിക്കൂടെ ഉമ്മാക്ക് ഖബറിലേക്ക് പോകുന്നതിനുണ്ട് ഈ പൊന്നും പൂജിച്ച് നടക്കുന്നു. അപ്പൊ ഈ സ്ത്രീധനം താഴ്ന്ന ഏർപ്പാട്, ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഏർപ്പാട്, അതിനെതിരെ ശക്തിയായി സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ സ്ത്രീധനം ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുൻഗാമികളും പൊരുത്തപ്പെട്ടിട്ട് ആരെങ്കിലും കൊടുത്ത് വാങ്ങിയത് ഹറാമാണ് എന്ന് പറയുകയും പിന്നെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്ന പരിപാടി നമ്മൾ അച്ചാച്ചൻ കുറങ്ങനാണ് എന്ന് പറയുന്നത്. തർക്കമില്ല, പോത്തിന്റെ കുട്ടിക്ക് അങ്ങനെ പറയുന്നതിന് വിരോധമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ചാച്ചൻ കുറങ്ങനാണ് നമ്മൾ വിശ്വസിക്കില്ല. ഇതുപോലെ ചിലപ്പോ പറയുന്ന അയാളെ വാപ്പന്റെ വാപ്പൊക്കെ ഇതുപോലെ പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്റെ വാപ്പ എന്റെ ഉമ്മാനെ കെട്ടി എന്റെ ഹറാമിലൂടെയാണ് എന്ന് പറയാനുള്ള വിട്ടിട്ടൊന്നും പോകണ്ട. അതേ സമയത്ത് നിങ്ങൾ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തണം എന്നൊക്കെ ഞാൻ അവിടുന്ന് വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ ഒരാൾ സഹസ്രം ചോദിച്ചു, അങ്ങനെ പൊരുത്തപ്പെട്ട് എന്നാ വാങ്ങാന്നുള്ളൊരു തെളിവുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഭാര്യന്റെ വീട്ടിലേക്ക് വരം പോകുമ്പോ, വധുവിന്റെ വീട്ടിൽ പോകുമ്പോ 250 ബിരിയാണി തരണമെന്ന് ഒരാൾ പറഞ്ഞു. തരാൻ പറ്റും, 250 സുഹൃത്തുക്കൾ ബിരിയാണി തരാൻ ഓക്കെ തരാന്ന്. അങ്ങനെ പോയി ബിരിയാണി വെച്ചു. ബിരിയാണി ഒക്കെ ഹറാമാ, സ്ത്രീയുടെ വിലയല്ലേ അത്, സ്ത്രീയുടെ വിലയല്ലേ. 250 ബിരിയാണി അയാളെ ബിരിയാണിക്ക് ചുരുങ്ങിയ 12,500 രൂപ വരുമെന്ന് ഞാൻ സംഖ്യയും പറഞ്ഞു. അപ്പോ അത് ഹറാമാന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ വിശദമായി ഞാൻ സംസാരിച്ചു. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, എന്നാ മുസ്ലിയാരെ ഹലാലാന്നുള്ളൊരു തെളിവുണ്ട്? ഞാൻ പറഞ്ഞുണ്ട്, ഖുർആനിലെ തെളിവുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് വല്ലതും തന്നാൽ. അത് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞ അർത്ഥം പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം അൻ ചെയ്യുന്നാണോ വിൻ ചെയ്യുന്നാണോ ഉള്ളത് എനിക്കൊരു സംശയം തോന്നി. ഒരു പ്രായം ചെന്നൊരു അയലുമുണ്ട്, ഹൈദരൂസും മുസ്ലിയാർ, കൊല്ലത്തുകാരനാ. മൂപ്പരോട് ഞാൻ ചോദിച്ചു, തിരിച്ചിട്ട് മീൻ ചെയ്യുന്ന എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ മലയാളത്തിൽ പിന്നെയും കുറെ വിശദീകരിച്ചു. ഞാൻ തെളിവ് പറയുന്ന കൂട്ടത്തിൽ ഫക്കുരു വലിയ മര്യാദ മോദി അങ്ങനെ പൊരുത്തപ്പെട്ട് വല്ലതും തന്നാൽ നിങ്ങൾ വാങ്ങിക്കോളൂ, തിന്നോളൂ എന്നും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മുഖാമുഖം കഴിഞ്ഞ് മാസം കുറെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നാദാവർക്ക് കേൾക്കുന്ന ഭയങ്കര വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? ഫൈൻ ക്രിമിനലൊക്കെ ഒന്ന് ഖുർആനിൽ കാണിച്ചു തന്നാൽ പേരോടിനെ ചിരിക്കാൻ എടുക്കാൻ കേട്ടോ. പിന്നെയോ ഇനിമേലെ നമ്മൾ സഹിക്കൂലെന്ന് പറഞ്ഞു. മൗലവി വന്നിട്ട് ഒറ്റ പ്രസംഗം. എന്തിന് അങ്ങനെ എന്റെ അടുത്ത് തെറ്റ് എന്നെ വന്നു വെക്കുക? എന്നാ ആ മൗലവി ഒന്ന് എന്നെ ടെലിഫോൺ ചെയ്ത് ചോദിച്ചാൽ പോരെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞെന്ന് ചോദിച്ചാൽ പോരെ, അയാൾ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കണോ? വാസ്തവത്തിൽ മൗലവി ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ മറുപടി അത് 8 CD കേൾക്കാം. അതിന്റെ ഒരു സാമ്പിളും വെല്ലുവിളിന്റെ സാമ്പിളും അതിന്റെ ഒരു മറുപടി മാത്രം നിങ്ങൾക്ക് ഞാൻ സാമ്പിൾ ഒന്ന് കേൾപ്പിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞത് നമ്മളിവിടെ തർക്കം കൂടാൻ വേണ്ടിയാണോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്? മനുഷ്യൻ ഇവിടെ നല്ല കാര്യം പറയാനല്ലേ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തർക്കം കൂടി മുസ്ലിമീങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്നതിന് പകരം ഹൈറായ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. അഹ്ലുസുന്നത്തിന്റെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
ഇന്ന് വരെ കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളുടെ ദീൻ നശിപ്പിക്കാതെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയല്ലേ അവരവർ അതാത് കാലങ്ങളിൽ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് സംശയം ഉണ്ടാവും, നേർച്ചകളിൽ മുട്ടും പാട്ടും കതിനയും ഒക്കെ നടത്തുന്നതിനെതിരെ മുമ്പ് ആലിമീങ്ങൾ പറഞ്ഞിരുന്നു എന്ന് സംശയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആലിമീങ്ങൾ പറഞ്ഞ പുസ്തകം ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരും. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ആലിമീങ്ങൾ അവരെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാകാത്തത് കൊണ്ടൊരു കൂട്ടർ ചെയ്തു പോയാൽ ചെയ്തവരെ ചീത്ത പറയുകയും കുറ്റം പറയുകയും തെറി പറയുകയും ചെയ്യരുത്. മറിച്ച് അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു തആല മാപ്പ് തരാൻ വേണ്ടി പടച്ചവരോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കേട്ടോ, വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടത്തും ഞങ്ങൾ. പേരിൽ പറയേ നോക്കൂ, ഫൈൻ തിബ്നലക്കും ഫൈൻ തിബ്നലക്കും ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കും ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ? ഇനി ബാക്കി വെക്കുവാനെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു. ഇന്നായതല്ല, മിന്നിബിയായതുമല്ല, നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാം സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ? ഇയാൾ ആയത്തോരിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും പറ്റും പറ്റും. തഫ്സീറുൽ കബീർ ഇമാം റാസിയുടെ തഫ്സീർ 948. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ, ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ, ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്. ഒന്ന് ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു. ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റിയില്ലേ? ഞാൻ ഉദാഹരണം കാണിച്ചതാണ്. സഹോദരന്മാരെ, CD കാസറ്റ് വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഇതിന് ശേഷം അദ്ദേഹം തന്നെ വന്നിട്ട് ചില ഉരുട്ടുരുട്ടിയിട്ട് അതിന് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി പറഞ്ഞൊരു മറുപടി, അതാ കട്ടുപ്പാറ പ്രസംഗം. അതും കേട്ടാൽ ബഹുരസാണ്, ചിറ്റർ വീണോ തീരുന്നവരെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. പറഞ്ഞു വന്നത് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്
ശൈത്താൻ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. നമ്മളെ യോജിപ്പിക്കാനാണ് നാം എപ്പോഴും ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് സംസാരിക്കേണ്ടത്. ആ സംസാരത്തിലാണ് ഖൈറുള്ളത്, അല്ലാത്ത സംസാരത്തിൽ ഖൈറില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പക്ഷേ ആ ചെയ്യുന്ന സർവ്വപ്രവർത്തനങ്ങളും പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം, മറ്റൊന്നിനു വേണ്ടിയാകരുത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഔലിയാഇന്റെ മഖ്ബറകൾ ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല, ചുരുക്കി മാത്രം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റ്യാടിയിൽ 10 ദിവസം പ്രസംഗിക്കുന്നുണ്ട്. കുറ്റ്യാടിയിൽ വെച്ച് തന്നെ 10 വിഷയം 10 ദിവസമാക്കി പ്രസംഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഖ്ബറകളിലെ ആചാരങ്ങൾ, അനാചാരങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ദിവസം പ്രത്യേകം പ്രസംഗം വെക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ അതിന്റെ CD കേസറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കേൾക്കാം. നിങ്ങൾ അങ്ങോട്ട് വരാൻ വളരെ ദൂരെയാണല്ലോ. ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറകൾ ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്. സയ്യിദന്മാരുടെ മഖ്ബറകൾ ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സയ്യിദന്മാർ അവരല്ലേ നമ്മുടെ നേതാക്കന്മാർ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിഞ്ചോമന മക്കൾ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ 2 മക്കളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, സയ്യിദാ സബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകളുടെ 2 നേതാക്കന്മാരാണ് എന്റെ ഈ 2 മക്കൾ. ഇനി ഞാൻ സയ്യിദന്മാരെ ഉപദേശിക്കാൻ ഞാൻ യോഗ്യനല്ല. തങ്ങന്മാരുടെ ബറക്കത്ത് കൊണ്ട് ആഖിറം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരു പാവപ്പെട്ട ഖാദിമാണ് ഞാൻ. എന്നേക്കാൾ പ്രായം ചുരുങ്ങിയ എന്റെ മക്കളുടെ പ്രായമുള്ള തങ്ങന്മാര്, ചെറിയ കുട്ടികളും ഈ സദസ്സിലുണ്ടാകാമല്ലോ. അവർക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മുതല്ലിങ്ങളായ ഞങ്ങൾക്കുമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ചെറിയ സയ്യിദന്മാരുടെ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഓ മക്കളെ, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്? നിങ്ങളുടെ പാരമ്പര്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യമല്ലേ? അവിടുത്തെ മകളുടെ മക്കളല്ലേ നിങ്ങളുടെ ഉപ്പാപ്പമാർ? അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ വിഷയം എന്താണ്? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഫാത്തിമ ബീവിയുടെ മകനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ ഒരു നേതാവാണ്, എന്റെ ഈ മകൻ സയ്യിദാണ് എന്ന് പറഞ്ഞിട്ട് എന്താ അവിടുന്ന് പറഞ്ഞത്? അതേ, ഇന്നല്ലാഹ യുസ്ലിഹു ബിഹി ബൈന ഫിയത്തൈനി മിനൽ ഫിർഖത്തൈനി ബൈന ഫിയത്തൈനി മിനൽ മുസ്ലിമീൻ ഔ കമാ ഖാല സഫിയുനാ റസൂലുള്ളാഹി. ഓ മക്കളെ, എന്റെ മകൻ ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, എന്റെ ഈ മകനുണ്ടല്ലോ, മുസ്ലിമീങ്ങൾ 2 ചേരിയായി തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഭിന്നത ഉണ്ടാകുമ്പോ ആ 2 ചേരിയുടെയും ഇടയിൽ മസ്ലഹത്തുണ്ടാക്കുന്ന നേതാവാണ് എന്റെ ഈ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വലിയ തർക്കം നടന്നു. എന്താ തർക്കം? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ എല്ലാവരും കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ശേഷം ഭരണാധികാരിയായിട്ട് മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഹസൻ റളിയല്ലാഹുവിന്റെ ഭരണം ഏറ്റെടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകനാണ്. നബിയുടെ മക്കൾ എന്ന സ്ഥാനം തന്നെ മക്കളുടെ മക്കൾക്കുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നി എന്നും മറ്റും അവിടുത്തെ നാവുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ, സ്വന്തം മകന്റെ സ്ഥാനമാണ്. ഇരിക്കട്ടെ, ആ സ്ഥാനമുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായി മുസ്ലിമീങ്ങൾ ഒരു വലിയ വിഭാഗം തീരുമാനിച്ചപ്പോൾ ഒരു വിഭാഗം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായി തീരുമാനിച്ചു. അങ്ങനെ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ 2 ഭിന്നിപ്പുണ്ടായി. ഒരു ഭാഗത്തുള്ള നേതാവ് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്, ഒരു ഭാഗത്തുള്ള നേതാവ് സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. വലിയ തർക്കമായി പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞില്ലേ, അല്ലാഹു യുസ്ലിഹു ബൈന ഫിയത്തൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ
വലിയ രണ്ട് ചേരിയായി മുസ്ലിമീങ്ങൾ ഭിന്നിക്കുമ്പോ എന്റെ ഈ മകൻ മുഖേന അല്ലാഹു തആല അതിന് മസ്ലഹത്തുണ്ടാക്കുമെന്ന് അതാ പിന്നീട് വരുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ നിലക്ക് മറഞ്ഞ കാര്യം അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞതല്ലേ. ആ നിലക്ക് തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഭരണരംഗത്ത് നിൽക്കുന്നില്ല, നിങ്ങളെല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായി നിങ്ങളെന്ന് ബൈഅത്ത് ചെയ്തോളൂ, ഞാനിതാ ഭരണം കൈയൊഴിക്കുന്നു. മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിച്ചു പോകണ്ട, മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കട്ടെ, ഭിന്നിപ്പ് വന്നു പോകണ്ട. ഞാനിവിടെ വന്നിട്ട് സ്വാഗതം പറയുന്ന സയ്യിദിന്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോ വല്ലാത്ത സന്തോഷമായി പോയി. എനിക്ക് ആ കുടുംബത്തിന്റെ പാരമ്പര്യമല്ലേ അവിടുന്ന് നിലനിർത്തിയിട്ടുള്ളത്. ഈ മഹല്ലത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പില്ലാത്ത നിലക്ക് സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഈ സയ്യിദന്മാരോടുള്ള ആദരവ് കാണിക്കാറല്ലേ മഹാനവറുകൾ തീരുമാനിച്ചത്. എനിക്ക് വലിയ സന്തോഷമായി പോയി. എനിക്ക് ഈ ഹദീസ് ഓർമ്മ വന്നുപോയി. അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഭാഗത്ത് നിൽക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, രണ്ടാളുകളുമല്ലേ തങ്ങന്മാരുടെ ഉപ്പാപ്പമാർ. ആ ഹസൻ റളിയല്ലാഹു തആല തങ്ങളുടെ നയം കണ്ടോ നിങ്ങൾ? ഭരണം എനിക്ക് വേണ്ട, അനുയായികൾ ധാരാളമുണ്ടെങ്കിലും ഞാനിതാ ഭരണം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുക്കുന്നു, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായി ഞാനും അംഗീകരിക്കുന്നു, തർക്കം വേണ്ട. അപ്പൊ എന്തുണ്ടായി പറയൂ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, കുടുംബങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി, ഭാര്യയെയും മക്കളെയും തമ്മിൽ അകറ്റാൻ വേണ്ടി, ഭർത്താവിന്റെ ഉമ്മനെയും അതേ മകന്റെ ഭാര്യയെയും തമ്മിൽ അകറ്റാൻ വേണ്ടി, ബാപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, അയൽവാസികളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, അങ്ങനെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശൈത്താന്റെ പ്രവർത്തനം നടക്കുമല്ലോ. അപ്പോഴതാ സഹോദരന്മാരെ ഒരു കൂട്ടരിറങ്ങുന്നു. അവരെന്താ പറയുന്നത്? ഇയാളെന്തൊരു നേതാവാ, നമ്മൾ ഇയാളെ പിന്നിൽ വന്നിട്ട് ഇയാളിപ്പോ ഞാനെന്താ ഭരണത്തിൽ ഇയാൾ മറ്റയാളെ ഏൽപ്പിക്കല, അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നേരത്തെ നിന്നിരുന്ന ഒരു കൂട്ടർ അതാ പിന്തിരിപ്പന്മാരായി രംഗത്ത് വന്നു. ആ വന്ന കക്ഷികൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കാണ്, അപമാനമേ എന്ന്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ അതാ വിളിക്കുമ്പോൾ, ഓ സയ്യിദന്മാരുടെ ഉപ്പാപ്പവായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടോ. പറഞ്ഞ മറുപടി എന്താണ്? അൽആറു ഖൈറുൻ മിനന്നാർ, അൽആറു ഖൈറുൻ മിനന്നാർ, അൽആറു ഖൈറുൻ മിനന്നാർ. മോനെ, നീ എന്റെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നതിന് പകരം അപമാനമേ എന്ന് വിളിച്ചില്ലേ? നീ പറയുന്ന അപമാനമുണ്ടല്ലോ, അത് മുസ്ലിമീങ്ങളെ യോജിപ്പിന് വേണ്ടി ചെയ്ത അപമാനമല്ലേ? ആ അപമാനം നരകമാകുന്ന തീനേക്കാൾ എത്രയോ ഹൈറാണ് മോനെ, നരകത്തീനേക്കാൾ എത്രയോ ഹൈറാണ് മോനെ.